ഹായ് ഡിയർ ഫ്രണ്ട്സ്, അപ്പോൾ ഇന്ന് വന്നിട്ടുള്ളത് നല്ല ഹെൽത്തി ആയിട്ട് സിമ്പിളായിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ചിക്കൻ ബിരിയാണിൻ്റെ റെസിപ്പി ആയിട്ടാണ് കേട്ടോ. അപ്പോൾ ബിരിയാണിയൊക്കെ ഒരുപാട് കഴിക്കാൻ ഇഷ്ടമുള്ളവർക്ക് അതിൻ്റെ ഒരു അൺഹെൽത്തി ആയിട്ട് കഴിക്കുന്നതിനേക്കാളും ഇതുപോലെ ഉണ്ടാക്കി കഴിക്കാം കേട്ടോ. നല്ല ഹെൽത്തി ആയിട്ടുള്ള ടേസ്റ്റി ആയിട്ടുള്ളൊരു ചിക്കൻ ബിരിയാണി ആയിട്ട് ഇന്ന് ഉണ്ടാക്കുന്നത്. അതിന് വേണ്ടി 1 കിലോ ചിക്കൻ എടുത്തിട്ടുണ്ട് കേട്ടോ. അതൊന്ന് മീഡിയം സൈസ് വലുപ്പത്തിൽ നിന്ന് കട്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ അതിലേക്ക് 3 സവാള അരിഞ്ഞത്, അതുപോലെ 3 തക്കാളി കട്ട് ചെയ്തത്, ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് ചതച്ചത് ഒരു 50 ഗ്രാമോളം കേട്ടോ. പിന്നെ മല്ലിയില പുതിനയില, പിന്നെ ആവശ്യത്തിനുള്ള തൈരും കൂടെ എടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കത് പെട്ടെന്ന് തന്നെ റെഡിയാക്കി എടുക്കാം കേട്ടോ. അതിനുവേണ്ടി ദമ്മിടുന്ന ആ ഒരു ചെമ്പിലേക്ക് നമ്മൾ ചിക്കൻ ഒന്ന് ഇട്ട് കൊടുക്കുക. ഇനി ഇതിലേക്ക് അരിഞ്ഞു വെച്ച സവാള ചേർത്ത് കൊടുക്കുക കേട്ടോ. അതിൻ്റെ കൂടെ തന്നെ തക്കാളിയും അതുപോലെ ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് ചതച്ചെടുത്ത് ചേർത്ത് കൊടുക്കുക. പിന്നെ മല്ലിയില പുതിനയില എല്ലാം ഒരുമിച്ച് അങ്ങ് ചേർത്ത് കൊടുക്കുക കേട്ടോ. പിന്നെ ഇതിലേക്ക് തൈര് ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അതുപോലെ 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതിൻ്റെ കൂടെ തന്നെ 2 നാരങ്ങയുടെ നീര് ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഒന്ന് ചിക്കനൊക്കെ അതുപോലെ വെക്കില്ല, അപ്പോൾ ഒന്ന് പെട്ടെന്നൊന്ന് വെന്ത് കിട്ടാൻ വേണ്ടിയിട്ടാണ് നാരങ്ങ നീര് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അത് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരു ചെറിയ പീസ് ബട്ടർ ചേർത്ത് കൊടുക്കുക കേട്ടോ. ഈ ഒരു പീസ് ബട്ടർ മാത്രം വെച്ചിട്ടാണ് ഞാനൊരു ബിരിയാണി തയ്യാറാക്കണം കേട്ടോ. അധികം ഓയിലോ എണ്ണയോ ഒന്നും ഇതിൽ ചേർക്കണില്ല കേട്ടോ. ഈ ഒരു പീസ് ബട്ടർ മാത്രമേ ചേർക്കുന്നതുള്ളൂ. അപ്പോൾ ഇത് എല്ലാം ഒന്ന് ചേർത്ത് കൈ വെച്ചിട്ട് നന്നായിട്ടൊന്ന് മിക്സാക്കി എടുക്കുക കേട്ടോ. ആ മസാലയും ചിക്കനൊക്കെ നന്നായിട്ട് ഇതുപോലെ ഒന്ന് കുഴച്ചെടുക്കണം കേട്ടോ. നന്നായിട്ട് കുഴച്ചെടുക്കണം. എന്നിട്ട് നമുക്ക് 1 മണിക്കൂറോളം ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കണം കേട്ടോ. എന്നാലും ആ മസാലയും കാര്യങ്ങളൊക്കെ ഒന്ന് ചിക്കനിലേക്ക് ഇറങ്ങി കുറച്ച് വെള്ളമൊക്കെ ഇറങ്ങാനുണ്ടാവുമല്ലോ, അതൊക്കെ ഒന്ന് സെറ്റായി വരുള്ളൂ കേട്ടോ. അപ്പോൾ നമുക്കിത് 1 മണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വെക്കാം. ഇനി നമുക്കിത് ചിക്കനൊന്ന് വേവിച്ചെടുക്കാം കേട്ടോ. 1 മണിക്കൂറിന് ശേഷമാണ് നമ്മൾ ചിക്കനൊന്ന് വേവിച്ചെടുക്കുന്നത്. അപ്പോൾ അതൊന്ന് വേവുന്ന നേരം കൊണ്ട് നമുക്കൊന്ന് റൈസ് ഒന്ന് റെഡിയാക്കി എടുക്കണം കേട്ടോ. ഇനി ഇതിലേക്ക് ബിരിയാണി മരുന്നും അതുപോലെ കുരുമുളക് പൊടിയും ചേർത്ത് കൊടുക്കുക കേട്ടോ. ചിക്കനൊക്കെ വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ വന്നതിന് ശേഷമാണ് ബിരിയാണി മരുന്നും അതുപോലെ കുരുമുളക് പൊടിയും കൂടി ചേർത്ത് കൊടുക്കണം കേട്ടോ. ഇപ്പോൾ ഈ ഒരു ടൈമിൽ ഉപ്പൊക്കെ ഒന്ന് പാകമാണെന്ന് നോക്കിയതിന് ശേഷം നമുക്കിതൊന്ന് മൂടി വെക്കാം കേട്ടോ. അപ്പോൾ ചോറൊക്കെ ഒന്ന് തിളപ്പിച്ച് ഊറ്റിയെടുത്തിട്ടുണ്ട് കേട്ടോ. കുറച്ചധികം വെള്ളത്തിലൊന്ന് തിളപ്പിച്ചിട്ട് ഊറ്റിയെടുത്തതാണ്. അപ്പോൾ ഞാൻ ഇവിടെ റൈസ് എടുത്തിട്ടുള്ളത് ബസ്മതി റൈസാണ് കേട്ടോ. അപ്പോൾ നമുക്ക് ബിരിയാണീൻ്റെ ചെറിയ റൈസ് ഉണ്ടല്ലോ, അതും വേണമെങ്കിൽ എടുക്കാം കേട്ടോ. അപ്പോൾ ഇനി നമുക്കൊന്ന് ദം ചെയ്തെടുക്കാം. അപ്പോൾ ദം ചെയ്യുമ്പോൾ ഇതുപോലെ ഒന്ന് തിളച്ചുകൊണ്ടിരിക്കണം നമ്മളെ ചിക്കന്. എന്നാൽ ആ ഒരു കറക്റ്റ് ആ ഒരു ആവി മുകളിലേക്ക് കയറുള്ളൂ കേട്ടോ. അപ്പോൾ അതിൻ്റെ മുകളിലേക്ക് നമുക്ക് റൈസ് ഇട്ട് കൊടുക്കാം. അപ്പോൾ പകുതി റൈസ് ഇട്ടതിന് ശേഷം കുറച്ച് ബിരിയാണി മരുന്ന് മുകളിലൊന്ന് ഇതുപോലെ ഇട്ട് കൊടുക്കുക കേട്ടോ. ഒരു 1/2 ടീസ്പൂണോളം മതിയാവും, ഒരുപാടൊന്നും വേണ്ട. പിന്നെ ബാക്കിയുള്ള റൈസും കൂടി ഇട്ടിട്ട് കുറച്ചും കൂടി ബിരിയാണി മരുന്നൊന്ന് ഇട്ട് കൊടുക്കുക കേട്ടോ. പിന്നെ റൈസിൻ്റെ മുകളിലേക്ക് ചെറിയൊരു ബട്ടർ ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. ആകെ ഈ ഒരു ബട്ടറുള്ള റൈസ് ചേർത്തിട്ടുള്ളത്. ഇനി നമുക്കിതൊന്ന് ഫോയിൽ പേപ്പർ വെച്ചിട്ട് ഒന്ന് മൂടി വെച്ചിട്ട് ദം ചെയ്തെടുക്കാം കേട്ടോ. ഒരു 20 മിനിറ്റ് ചെറിയ തീയിലൊന്ന് ദം ചെയ്തെടുത്താൽ ബിരിയാണി റെഡി ആയിക്കോളും കേട്ടോ. അത്ര മതിയാവും. അപ്പോൾ 20 മിനിറ്റിന് ശേഷം ഞാൻ ദമ്മൊന്ന് തുറന്ന് നോക്കണ്ട കേട്ടോ. ഇനി ഇത് നന്നായിട്ടൊന്ന് മിക്സാക്കി എടുക്കണം. നമ്മളെ റൈസും അതുപോലെ ചിക്കനും കൂടെ നന്നായിട്ടൊന്ന് മിക്സാക്കി എടുക്കാം കേട്ടോ. എന്നാലും നമുക്ക് ആ ഒരു കറക്റ്റായിട്ട് നമുക്ക് ആ ഒരു ടേസ്റ്റ് കിട്ടുള്ളൂ കേട്ടോ. അപ്പോൾ നമ്മൾ ബിരിയാണി നല്ല സെറ്റായി വന്നിട്ടുണ്ട് കേട്ടോ. അപ്പം നല്ല ഹെൽത്തി ആയിട്ടുള്ള നല്ല സിമ്പിളായിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന അടിപൊളി ടേസ്റ്റുള്ളൊരു ബിരിയാണി കേട്ടോ. അപ്പോൾ അതുപോലെ ഉണ്ടാക്കി നോക്കുക കേട്ടോ. അപ്പോൾ അത് ബസ്മതി റൈസിന് പകരം നമ്മളെ ബിരിയാണി റൈസ് ചെറിയ റൈസ് ചെയ്തെടുക്കുക കേട്ടോ. അടിപൊളിയായിരിക്കും. അപ്പോൾ ഒന്ന് ഉണ്ടാക്കി നോക്കുക കേട്ടോ. നല്ല അടിപൊളി ടേസ്റ്റി ആൻഡ് ഹെൽത്തി ആയിട്ടുള്ളൊരു ബിരിയാണി റെസിപ്പി ആയിരുന്നു കേട്ടോ.